സൈഡ് ഡ്രോപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എക്സ്പ്ലോറിംഗ് സബ്സ്റ്റൻസസ് അസിഡിക്, ബേസിക് ആൻഡ് ന്യൂട്രൽ എന്ന ചാപ്റ്ററിന്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ഒരു ആക്ടിവിറ്റി ഒക്കെ ചെയ്തു. നമ്മൾ ഇൻഡിക്കേറ്ററിനെ കുറിച്ച് പഠിച്ചു. ഏത് ഇൻഡിക്കേറ്ററിനെ കുറിച്ചാണ് പഠിച്ചത്? ലിറ്റ്മസ് ഇൻഡിക്കേറ്ററിനെ കുറിച്ചാണ് പഠിച്ചത്. ലിറ്റ്മസ് പേപ്പറിനെ പറ്റി പഠിച്ചു. അതുപോലെ തന്നെ നമ്മൾ ആസിഡും ബേസും ഒക്കെ എന്താണെന്ന് പഠിച്ചു. അതിന്റെ നേച്ചറൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ? അങ്ങനെ നമ്മൾ ആക്ടിവിറ്റി ചെയ്തപ്പോൾ നമ്മൾ എന്താണ് ഒരു ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി എന്ന് നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന സബ്സ്റ്റൻസസുകളെയൊക്കെ നമ്മൾ സോർട്ട് ചെയ്തു. അങ്ങനെ ഗ്രൂപ്പ് എയിൽ നമുക്ക് എന്താണ് കിട്ടിയത്? ലെമൺ ജ്യൂസ്, അംല ജ്യൂസ്, ടാമറൈൻഡ് വാട്ടർ, വിനെഗർ, ഇതെല്ലാമാണ് നമുക്ക് കിട്ടിയത് അല്ലേ? അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. നമുക്ക് ഈ തന്നിരിക്കുന്ന ഈ ഗ്രൂപ്പ് എയിൽ നമുക്ക് കിട്ടിയതൊക്കെ എഡിബിൾ ആയിരുന്നു. എഡിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് കഴിക്കാൻ പറ്റുന്ന വസ്തുക്കളാണോ? അതെ അല്ലേ? എല്ലാം തന്നെ അങ്ങനെയുള്ളതായിരുന്നു. എന്തായിരുന്നു അതിന്റെയൊക്കെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സോർ ടേസ്റ്റ് ആയിരുന്നു അല്ലെ? പുളിയുള്ളതായിരുന്നു. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? പുളിയുള്ളത്, ആസിഡ്സിന്റെ ടേസ്റ്റ് എന്താണ്? പുളിയാണ്, സോർ ടേസ്റ്റ് ആണ് നമ്മൾ നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു അല്ലെ? അപ്പൊ നമ്മൾ ഈ എക്സാമ്പിൾസ് നോക്കിയപ്പോ നിങ്ങൾ കണ്ടു. ഇപ്പൊ ലെമൺ ജ്യൂസ് ആണെങ്കിലും അതുപോലെ പുളിയുടെ വെള്ളമാണെങ്കിലും നെല്ലിക്കയുടെ നീരാണെങ്കിലും എല്ലാം നമുക്ക് ഏത് ടേസ്റ്റ് ആണ് കിട്ടുന്നത്? സോർ ടേസ്റ്റ് ആണ് കിട്ടുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് സബ്സ്റ്റൻസസ് that is sour tend to contain acids and are acidic in nature. നമ്മൾ ഓൾറെഡി പഠിച്ചതായിരുന്നു അല്ലേ? ഓക്കെ. അപ്പൊ ഒരു കാര്യം ഓർത്തോണം, എല്ലാം നമ്മൾ എടുത്തങ്ങ് ടേസ്റ്റ് ചെയ്യില്ല കേട്ടോ. അൺനോൺ സബ്സ്റ്റൻസസ് ഒന്നും ആസിഡ് ആണോ ബേസ് ആണോ എന്നൊന്നും അറിയാൻ വേണ്ടി ടേസ്റ്റ് ചെയ്യരുത് കേട്ടോ. അത് വളരെ ഡേഞ്ചർ ആണ്. നമുക്ക് അറിയാവുന്നത് മാത്രമേ ടേസ്റ്റ് ചെയ്ത് നോക്കാവുള്ളൂ. ഓക്കെ. ഇനി സം കോമൺ എഡിബിൾ സബ്സ്റ്റൻസസ് ആൻഡ് ദ നെയിം ഓഫ് ദ മോസ്റ്റ് കോമൺ ആസിഡ്സ് പ്രസന്റ് ഇൻ ദം ആർ ഗിവൺ ബിലോ. നിങ്ങൾക്ക് കുറച്ച് എഡിബിൾ ആയിട്ടുള്ള, അതായത് നമുക്ക് കഴിക്കാൻ യോഗ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് ഈ വെച്ചിരിക്കുന്നത്. അതിലൊക്കെയുള്ള ആസിഡ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എന്താണ്? ഓറഞ്ച് ആണ് അല്ലെ? ഓറഞ്ചിലുള്ള ആസിഡ് ആണ് സിട്രിക് ആസിഡ്. എന്താണ്? സിട്രിക് ആസിഡ്. അപ്പോൾ സിട്രസ് ഫ്രൂട്ട്സിലെല്ലാം തന്നെ സിട്രിക് ആസിഡ് കാണും കേട്ടോ. ഓക്കെ. ഇനി നമ്മുടെ ഇത് നെല്ലിക്ക ആണ് അല്ലെ? അമ്ലാണ്. അപ്പൊ അതിനകത്ത് കാണുന്ന ആസിഡ് ആണ് അസ്കോർബിക് ആസിഡ്. വൈറ്റമിൻ സിയുടെ മറ്റൊരു പേരാണ് കേട്ടോ അസ്കോർബിക് ആസിഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതും എന്താണ്? സിട്രിക് ആസിഡ് ആണ്. ഇതിലും എന്തുണ്ട്? സിട്രിക് ആസിഡ് ഉണ്ട്. ഇനി നമ്മുടെ മാംഗോ അല്ലെ? മാംഗോയിൽ കാണുന്ന ആസിഡ് ആണ് ടാറ്റാറിക് ആസിഡ്. എന്താണ്? ടാറ്റാറിക് ആസിഡ്. ഓക്കെ. ഇനി അതുപോലെ തന്നെ ടൊമാറ്റോയിൽ കാണുന്നതാണ് സിട്രിക് ആസിഡ് ആൻഡ് ഓക്സാലിക് ആസിഡ്. ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. അപ്പം ഇതൊക്കെ എന്താണ്? നമ്മുടെ എഡിബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസസിനകത്ത് കാണപ്പെടുന്ന ആസിഡ്സ് ആണ്. ഇനി നമുക്ക് നോക്കാം. ഫൈൻഡ് ഔട്ട് ആൻഡ് റൈറ്റ് ദ നെയിം ഓഫ് മോസ്റ്റ് കോമൺ ആസിഡ്സ് പ്രസന്റ് ഇൻ ഫോളോവിങ് സബ്സ്റ്റൻസസ്. എന്തൊക്കെയാണ്? നമുക്ക് ലെമണിൽ ഏതാണ് കാണുന്നത്? ലെമണിൽ കാണുന്ന ആസിഡ് ആണ് സിട്രിക് ആസിഡ്. കേർഡിൽ കാണുന്ന ആസിഡ് ആണ് ലാക്റ്റിക് ആസിഡ്. അതുപോലെ തന്നെ ടാമറൈൻഡിൽ കാണുന്ന ആസിഡ് ആണ് ടാറ്റാറിക് ആസിഡ്. ടാറ്റാറിക് ആസിഡ് തന്നെയാണ് നമ്മുടെ പച്ച മാങ്ങയിൽ കാണുന്ന ആസിഡും ടാറ്റാറിക് ആസിഡ് ആണ്. ഓക്കെ. ഇനി നമ്മുടെ വിനെഗറിന്റെ കുപ്പിയിൽ നിങ്ങൾ അതിന്റെ ഫ്രണ്ടിൽ എഴുതിയിട്ടുണ്ട് അസറ്റിക് ആസിഡ് എന്ന്. നോക്കണം കേട്ടോ. വീട്ടില് വിനെഗറിന്റെ ബോട്ടിൽ ഉണ്ടെങ്കിൽ ആ ബോട്ടിലിനകത്ത് അസറ്റിക് ആസിഡ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ വിനെഗർ ഏത് ആസിഡ് ആണ്? അസറ്റിക് ആസിഡ് ആണ്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് പഠിച്ചു വെക്കുക. Now let us take one of the substances. ഇനി നമുക്ക് ഗ്രൂപ്പ് ബിയിലോട്ട് പോകാം. ഗ്രൂപ്പ് ബിയിൽ ഏതൊക്കെയായിരുന്നു? ബേസ് ആണെന്നാണ് നമ്മൾ പഠിച്ചത് അല്ലെ? ഗ്രൂപ്പ് ബിയിലെ സബ്സ്റ്റൻസസ് ആണ് ബേക്കിംഗ് സോഡ സൊല്യൂഷൻ ഒക്കെ. അപ്പൊ ഈ ബേക്കിംഗ് സോഡ സൊല്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ടേസ്റ്റ് ഒന്നും ചെയ്ത് നോക്കണ്ട. ടേസ്റ്റ് ചെയ്താൽ അതിന് എന്തായിരിക്കും? ബിറ്റർ ടേസ്റ്റ് ആയിരിക്കും അല്ലെ? ഇനി അതെങ്ങനെയായിരിക്കും? അതൊന്ന് ജസ്റ്റ് എടുത്തിട്ട് കുറച്ച് ബേക്കിംഗ് സോഡ എടുത്തിട്ട് ജസ്റ്റ് നിങ്ങളൊന്ന് റബ്ബ് ചെയ്യുക. റബ്ബ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു സോപ്പി ഫീൽ അല്ലെങ്കിൽ ഒരു സ്ലിപ്പറി ഫീൽ ചെയ്യുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് എന്താണ്? അതൊരു ബേസിക് സബ്സ്റ്റൻസസ് ആയതുകൊണ്ടാണ്. ബേസിക് സബ്സ്റ്റൻസസ് ആർ ജനറലി സ്ലിപ്പറി ടു ടച്ച്. നമ്മൾ പഠിച്ചായിരുന്നു അല്ലെ? ഓൾസോ ബേസസ് ജനറലി ടേസ്റ്റ് എന്താണ്? ബിറ്റർ ടേസ്റ്റ് ആണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ എല്ലാ ബിറ്റർ ടേസ്റ്റ് ഉള്ളതും ബേസ് ആണോ? നമ്മുടെ ബിറ്റർ ഗാർഡ് ഉണ്ട് അല്ലെ? ബിറ്റർ ഗാർഡ് ടേസ്റ്റ് എന്താണ്? ബിറ്റർ ടേസ്റ്റ് ആണ്. അതുകൊണ്ട് അത് ബേസ് ആണ് നമുക്ക് പറയാൻ പറ്റുമോ? അല്ല, അത് ബേസ് അല്ല. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുകയാണ്. ഇനി നമ്മുടെ ഇൻഡിക്കേറ്റർ നമ്മുടെ കയ്യിൽ നമ്മുടെ ലിറ്റ്മസ് പേപ്പർ ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അതിനാണ് നമുക്ക് വേറെ നാച്ചുറൽ ഇൻഡിക്കേറ്റർ ഉള്ളത്.
ഓക്കെ, അങ്ങനെയുള്ള ഒരു നാച്ചുറൽ ഇൻഡിക്കേറ്ററിനെയാണ് നമ്മൾ ഇനി പരിചയപ്പെടാൻ പോകുന്നത്. എന്താണ്? റെഡ് റോസ് ആസ് ആൻ ഇൻഡിക്കേറ്റർ. റെഡ് റോസ് എല്ലാവർക്കും അറിയാം അല്ലേ? ആ റെഡ് റോസ് ഒരു ഇൻഡിക്കേറ്റർ ആണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കോ? അതെ, അതൊരു ആസിഡ് ബേസ് ഇൻഡിക്കേറ്റർ ആണ്. ഇനി എങ്ങനെയാണ് നമുക്ക് ആസിഡ് ബേസ് ഇൻഡിക്കേറ്റർ ആ റെഡ് റോസ് വെച്ച് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ അതിന് വേണ്ടി നമുക്ക് ആദ്യം വേണ്ട എന്താണ്? റെഡ് റോസ് വേണം അല്ലെ? റെഡ് റോസിന് വേണ്ടി ആ ചെടിയിൽ നിന്ന് അതിനെ കട്ട് ചെയ്ത് എടുക്കുകയൊന്നും വേണ്ട. ഫോളൻ പെറ്റൽസ് കാണുമല്ലോ, അത് കളക്ട് ചെയ്യുക. എന്നിട്ട് കളക്ട് ചെയ്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഇതിനെ ക്രഷ് ചെയ്യാം. ഓക്കെ, ക്രഷ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ഇത് വെച്ചിട്ട് അല്ലെങ്കിൽ മോട്ടോർ വല്ലതും യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അതിനെ നന്നായിട്ട് ക്രഷ് ചെയ്തിട്ട് ഇതുപോലെയുള്ള ഒരു ഗ്ലാസ് ടെംബ്ലറിൽ ഇട്ട് വെക്കുക. ഇനി ആ ക്രഷ്ഡ് പെറ്റൽസ് എന്താണ് കംപ്ലീറ്റ് ആയിട്ട് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, നല്ല ഹോട്ട് വാട്ടർ അതിലേക്ക് ആഡ് ചെയ്യുക. ഹോട്ട് വാട്ടർ ഒക്കെ ആഡ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ, ഇത് വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഹോട്ട് വാട്ടർ ആഡ് ചെയ്യുക. എന്നിട്ട് കുറച്ച് നേരം എന്ത് ചെയ്യണം, അതിൻ്റെ കളറൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരാൻ വേണ്ടി നമ്മളൊരു 5-10 മിനിറ്റ് എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇതിനെ അരിച്ചെടുക്കുക, ഫിൽറ്റർ ചെയ്ത് എടുക്കുക. അപ്പോൾ ആ കിട്ടുന്ന ആ ലിക്വിഡാണ് നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുന്നത്? ആസിഡ് ബേസ് ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഫൈനലി നമുക്ക് ഈ ഒരു ടൈപ്പ് കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഇൻഡിക്കേറ്റർ കിട്ടിക്കഴിഞ്ഞു അല്ലേ? ഇനി ഇൻഡിക്കേറ്റർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ഇതിന്റെ കളർ ചേഞ്ചസ് നോക്കണം. ആസിഡിലും ബേസിലും ഏത് കളർ ചേഞ്ചസ് ആണ് വരുന്നതെന്ന് നമുക്ക് പഠിക്കണം അല്ലേ? എന്നാലല്ലേ നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അപ്പോൾ റെഡ് റോസ് ഇൻഡിക്കേറ്ററിൽ ഏതൊക്കെ കളർ ചേഞ്ചസ് ആണ് ഉണ്ടാവുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനുള്ള ഒരു ആക്ടിവിറ്റി ആണ് നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത്. നമ്മളിതാ ഇതുപോലെ ഒരു 10 to 20 ഡ്രോപ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്ത റെഡ് റോസ് എക്സ്ട്രാക്ട് എടുത്തിട്ട് 2 ടെസ്റ്റ് ട്യൂബിൽ എടുക്കുക. ഒരു ടെസ്റ്റ് ട്യൂബിൽ എ എന്ന് എഴുതുക, ഒരു ടെസ്റ്റ് ട്യൂബിൽ ബി എന്ന് എഴുതുക. ഇനി വീട്ടിലാണ് ടെസ്റ്റ് ട്യൂബ് ഇല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള ബോട്ടിൽ എടുത്താലും മതി. ഓക്കെ, എന്നാലല്ലേ നമുക്ക് കളർ കാണാൻ പറ്റുള്ളൂ. ഓക്കെ, എന്നിട്ട് എന്താണ്, എയും ബിയും നമ്മൾ എടുത്തു വെച്ചു. എയിലേക്ക് തന്നെ നമ്മൾ ആദ്യം നമ്മുടെ ലെമൺ ജ്യൂസ് ഇട്ടു. ലെമൺ ജ്യൂസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ? ഒരു ആസിഡ് നേച്ചറുള്ള ആസിഡാണ് ലെമൺ ജ്യൂസ് എന്ന് പറയുന്നത്. അപ്പൊ ലെമൺ ജ്യൂസ് ഒരു 20 to 30 ഡ്രോപ്സ് എന്ത് ചെയ്തു, എയിലേക്ക് നമ്മൾ ഒഴിച്ചു. ഇനി ബിയിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? സോപ്പ് സൊല്യൂഷൻ ആണ്. സോപ്പ് സൊല്യൂഷൻ എന്താണ്? ബേസിക് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണ് അല്ലെ? ഇനി നമുക്ക് എന്താണ് അറിയേണ്ടത്? കളർ ചേഞ്ചസ് ആണ് അറിയേണ്ടത്. നിങ്ങൾ നോക്കിക്കേ, ഏത് കളറാണ്? ചേഞ്ച് ചെയ്യുന്നുണ്ടോ? അതെ, കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഏത് കളറാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ ലെമൺ ജ്യൂസ് ആഡ് ചെയ്തപ്പോൾ നമ്മുടെ റെഡ് റോസ് എക്സ്ട്രാക്ട് ഏത് കളറായി മാറി? റെഡ് ആയിട്ട് മാറി അല്ലേ? എന്നാല് നമ്മുടെ സോപ്പ് സൊല്യൂഷൻ ആഡ് ചെയ്തപ്പോൾ റെഡ് റോസ് സൊല്യൂഷൻ എന്തായി മാറി? റെഡ് റോസ് സൊല്യൂഷൻ ഗ്രീൻ ആയിട്ട് മാറി. അപ്പോൾ ഇതിന്റെ ലെമൺ ജ്യൂസ് റെഡ് ആണെങ്കിൽ ഇതിന്റെ നേച്ചർ എന്താണ്? അസിഡിക് നേച്ചർ ആണ്. അങ്ങനെയാണെങ്കിൽ സോപ്പ് സൊല്യൂഷൻ ഗ്രീൻ ആയിട്ട് മാറിയെങ്കിൽ സോപ്പ് സൊല്യൂഷൻ ഏത് നേച്ചർ ആണ്? അത് ബേസിക് നേച്ചർ ആണ്. ഇനി അംല ജ്യൂസിന്റെ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് ആ ഗ്രൂപ്പ് എയിലെയും ഗ്രൂപ്പ് ബിയിലെയും സബ്സ്റ്റൻസസ് എടുത്ത് നമുക്ക് ഇതുപോലെ റെഡ് റോസ് ഇൻഡിക്കേറ്റർ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ഗ്രൂപ്പ് എയിലുള്ള ആൾക്കാരൊക്കെ തന്നെ ഏത് കളറായിട്ട് മാറുന്നുണ്ടായിരിക്കും? റെഡ് കളറായിട്ട് മാറുന്നുണ്ട്. കാരണം എന്താണ്? അവരെല്ലാം അസിഡിക് നേച്ചർ ആണ്. അതുപോലെ ഗ്രൂപ്പ് ബിയിലുള്ള ബേസിക് നേച്ചർ ഉള്ള സബ്സ്റ്റൻസസുകൾ സാമ്പിൾസ് എല്ലാം ഏത് കളർ കാണിക്കും? ഇൻ റെഡ് റോസ് എക്സ്ട്രാക്റ്റില് അതെ, എന്ത് കളറാണ് കാണിക്കുന്നത്? ഗ്രീൻ കളറാണ് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിനെ എന്തെന്ന് പറയാം? ഇതും ഒരു ആസിഡ് ബേസ് ഇൻഡിക്കേറ്റർ ആണെന്ന് പറയാം അല്ലെ? അങ്ങനെയാണെങ്കിൽ എന്തായിരുന്നു അതിന്റെ നേച്ചർ? നമ്മൾ പഠിച്ചു വെക്കേണ്ടത് എന്താണ്? അസിഡിക് സൊല്യൂഷൻ റെഡ് റോസ് എക്സ്ട്രാക്ട് ഓൺ റെഡിഷ് കളർ കിട്ടും. അതുപോലെ തന്നെ ഇനി ബേസിക് സൊല്യൂഷൻ ആണെങ്കിൽ റെഡ് റോസ് എക്സ്ട്രാക്ട് എന്താണ്? ഗ്രീനിഷ് കളറാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു കളർ ചേഞ്ചസും പഠിച്ചു വെക്കുക. അപ്പൊ നമ്മൾ 2 ഇൻഡിക്കേറ്ററിനെ കുറിച്ചാണ് ഇപ്പൊ പഠിച്ചത്. ലിറ്റ്മസ് പേപ്പറിന്റെ കളർ ചേഞ്ചും പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ റെഡ് റോസ് എക്സ്ട്രാക്ടിന്റെ ഈ ഇൻഡിക്കേറ്ററിന്റെ കളർ ചേഞ്ചും പഠിച്ചു വെക്കുക. ക്ലിയർ ആയല്ലോ? ഓക്കെ. നിങ്ങൾക്ക് ഇതൊക്കെ ഒരു അത്ഭുതമായിട്ട് തോന്നുന്നുണ്ടോ? നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ആസിഡും ബേസും ഒക്കെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് അല്ലേ? ഇനിയും നിങ്ങൾക്ക് എക്സൈറ്റഡ് ആണ്. എന്താണെന്നറിയാമോ? ഇതുപോലെയുള്ള വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഫ്ലവേഴ്സ് ഇതൊക്കെ
ഒക്കെ കൊണ്ട് നമുക്ക് ഇതാ ഇതുപോലെ ആസിഡ് ബേസ് ഇൻഡിക്കേറ്റർ ഉണ്ടാക്കാം. എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ ബീട്രൂട്ട്, പർപ്പിൾ ക്യാബേജ്, നമ്മുടെ ടേമറിക്, ഇന്ത്യൻ ബ്ലാക്ക്ബെറി, അതായത് ഞാറൽ പഴം എന്നൊക്കെ പറയും. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ചെമ്പരത്തിപ്പൂ, റെഡ് ഹിബിസ്കസ് ഫ്ലവർ, ഇതെല്ലാം നമുക്ക് എന്താക്കാം, ആസിഡ് ബേസ് ഇൻഡിക്കേറ്റർ ആക്കാം. ഇതിലെല്ലാം നമ്മൾ ഇപ്പൊ കാണിച്ചതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ എക്സ്ട്രാക്ട് എടുത്ത് നമ്മൾ നോക്കുമ്പോൾ കളർ ചേഞ്ചസ് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇനി ഈ ഒരു ഫാക്ട് നോക്കിയേ, ഇതാണ് ഫാസിനേറ്റിംഗ് ഫാക്ട്സ്. അതാ ഇങ്ങോട്ട് നോക്കൂ, നിങ്ങൾ ഈ ഒരു പിക്ചർ, ഈ ഒരു ഫ്ലവർ കണ്ടിട്ടുണ്ടോ? ഹൈഡ്രാഞ്ചിയ ഫ്ലവേഴ്സ് എന്നാണ് ഈ ഫ്ലവറിന്റെ പേര്. ഈ ഫ്ലവർ കൂളർ ക്ലൈമറ്റ്സിലാണ് വളരുന്നത്. ഹിമാലയൻ റീജിയനിലും നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിലും ഒക്കെയാണ് ഇത് കാണപ്പെടുന്നത്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇതിന് 2 കളറാണ് ഉള്ളത്. നിങ്ങൾ തന്നെ കണ്ടല്ലോ, ഒരു ബ്ലൂ കളറും ഉണ്ട്, ഒരു പിങ്ക് പോലത്തെ കളറും ഉണ്ട് അല്ലേ? ഈ കളർ എന്താണെന്ന് അറിയാമോ? ഇത് അസിഡിക് സോയിലാണെങ്കിൽ ബ്ലൂ കളർഡ് ഫ്ലവർ ആണ് കിട്ടുന്നത്. അപ്പോൾ സോയിലിൽ ആസിഡ് നേച്ചർ ഉള്ള സോയിലാണെങ്കിൽ ഏത് കളർ ഫ്ലവർ ആണ് കിട്ടുന്നത്? ബ്ലൂ കളർ ഫ്ലവർ ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി ബേസിക് ആയിട്ടുള്ള സോയിൽ ആണെങ്കിൽ ഏത് കളർ കിട്ടും? പിങ്ക് അല്ലെങ്കിൽ ഒരു റെഡ് കളറിലെ ഫ്ലവർ ആണ് കിട്ടുന്നത്. നിങ്ങൾ നോക്കിക്കേ, നമ്മുടെ നേച്ചറിലുള്ള ഒരു ഫ്ലവർ പോലും ആ ഒരു സോയില് ആസിഡിക് നേച്ചർ ആണോ ബേസിക് നേച്ചർ ആണോ എന്ന് തിരിച്ചറിയാൻ നമുക്ക് പറ്റുന്നുണ്ട്. കണ്ടോ, ഇതൊരു അത്ഭുതമല്ലേ? ഇതുപോലെ ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞതാണ് നമ്മുടെ സയൻസ് എന്ന് പറയുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് അല്ലേ അപ്പൊ സയൻസ് പഠിക്കുന്നത്? ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് അടുത്ത ഒരു ഇൻഡിക്കേറ്റർ പഠിക്കാനാണ്. ആ ഇൻഡിക്കേറ്റർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ്, വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒന്നാണ്. എന്താണ്? ടർമറിക് അല്ലെ? ടർമറിക് ആസ് ആൻ ഇൻഡിക്കേറ്റർ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അതാണ്, നമ്മുടെ മഞ്ഞപ്പൊടി. അതൊരു ഇൻഡിക്കേറ്റർ ആണ്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ആക്ടിവിറ്റി ടർമറിക് വെച്ചിട്ടാണ്. ഇനി ടർമറിക് ഒക്കെ വീട്ടിൽ നിന്ന് കിട്ടുമോന്ന് അറിയില്ല. ട്രെൻഡ് ഒക്കെ ഒത്തിരി ചെയ്ത് നോക്കിയവർക്കാണെങ്കിൽ കിട്ടാൻ ഇച്ചിരി പാടായിരിക്കും അല്ലേ? നമുക്ക് നോക്കാം. ആദ്യം എന്താണ്? ഒരു സ്പൂൺ ഫുൾ ഓഫ് ടർമറിക് എടുക്കുക. മഞ്ഞപ്പൊടി എടുത്തിട്ട് ഒരു ചെറിയ കണ്ടെയ്നറിലോ അല്ലെങ്കിൽ പെട്രി ഡിഷ് എന്ന് പറയുന്നത് ഇതിനെയാണ് പെട്രി ഡിഷ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഒരു ഗ്ലാസ് കണ്ടെയ്നറിനെ അല്ലെങ്കിൽ നിങ്ങൾ ഒരു കണ്ടെയ്നറിൽ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അതിലോട്ട് ലിറ്റിൽ വാട്ടർ ഒഴിച്ചിട്ട് ഒരു പേസ്റ്റ് പോലെ ആക്കുക. ഓക്കെ, ഇതുപോലെ ഈ പിക്ചറിൽ കാണുന്നത് പോലെ ആക്കുക. എന്നിട്ട് നമ്മുടെ ഫിൽറ്റർ പേപ്പർ എടുക്കുക. ഇനി ഫിൽറ്റർ പേപ്പർ ഇല്ലാത്തവർ സാധാരണ പേപ്പർ എടുത്താലും മതി, കാരണം ഫിൽറ്റർ പേപ്പറാണ് കുറച്ച് ആക്യുറേറ്റ് ആയിട്ട് നന്നായിട്ട് കിട്ടുന്നത്. ഓക്കെ, ടിഷ്യൂ പേപ്പർ എടുത്താലും അത് കനം കുറഞ്ഞതുകൊണ്ട് കുറച്ച് കിട്ടാൻ പെട്ടെന്ന് കീറിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫിൽറ്റർ പേപ്പർ എടുക്കുക. ഫിൽറ്റർ പേപ്പർ എന്ത് ചെയ്യുക? നന്നായിട്ട് ഇതിലങ്ങ് ഡിപ്പ് ചെയ്ത് വെച്ചിട്ട്, അപ്പോൾ അതിനകത്ത് നിറച്ചും എന്താണ്? മഞ്ഞ കളറാകും അല്ലേ? ഇതുപോലെ ആകും അല്ലേ? എന്നിട്ട് എന്താ? നന്നായിട്ട് ഉണക്കിയെടുക്കുക. ഉണക്കിയെടുത്ത് നമുക്ക് കിട്ടുന്ന ആ പേപ്പറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടർമറിക് പേപ്പർ എന്ന് പറയുന്നത്. ഓക്കെ, എന്നിട്ട് നമുക്കിനി എക്സ്പെരിമെന്റ് ചെയ്യണം. നമ്മുടെ എക്സ്പെരിമെന്റ് എന്താണ്? ആസിഡിലും ബേസിലും ഏത് കളറാണെന്ന് നമ്മൾ അറിയണം. അതിനല്ലേ നമ്മൾ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് നമുക്ക് കിട്ടിയ ഈ പേപ്പറിനെ നമ്മൾ എന്ത് ചെയ്യാണ്? കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ. അപ്പൊ നമുക്ക് നമ്മുടെ ലിറ്റ്മസ് പേപ്പർ പോലെ ഇങ്ങനെ ഓരോ ഷീറ്റ് പേപ്പർ ആയിട്ട് നമുക്ക് കിട്ടും, സ്ട്രിപ്പ് ആയിട്ട് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മുടെ ആക്ടിവിറ്റി ചെയ്യാൻ പോവാണ്. നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ലെമൺ ജ്യൂസ് എടുക്കാം. നമ്മൾ 2 ടൈപ്പ് എടുക്കുകയാണ്. 2 സാമ്പിൾസ് ഇപ്പൊ ആദ്യം എടുക്കുകയാണ്. ഒന്ന് നമ്മുടെ ലെമൺ ജ്യൂസും ഒന്ന് നമ്മുടെ സോപ്പ് സൊല്യൂഷനും. എന്തുകൊണ്ടാണ് അത് എടുക്കുന്നതെന്ന് അറിയാമല്ലോ അല്ലെ? ലെമൺ ജ്യൂസ് എന്തിന്റെ നേച്ചർ ആണ്? ആസിഡ് ആണ്. സോപ്പ് എന്താണ്? ബേസ് ആണ്. അതർ എക്സാമ്പിൾസ് ഒക്കെ ഏതാണെന്ന് നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് കളർ ചേഞ്ചസ് നോക്കാം. ഇനി ഓരോ ഷീറ്റ് പേപ്പറിലും നമ്മൾ ഡ്രോപ്പ് ആയിട്ട് നമ്മുടെ സാമ്പിൾസ് ആഡ് ചെയ്യാണ്. ലെമൺ ജ്യൂസ് ആഡ് ചെയ്താൽ ഏത് കളർ ആയിരിക്കും ടർമറിക് പേപ്പറിൽ കിട്ടാൻ പോകുന്നത്? അറിയാമോ? പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും തന്നെ വരില്ല. അപ്പൊ നോ ചേഞ്ച് ആണ് ഉള്ളത്. ഓക്കെ, ഇനി സോപ്പ് സൊല്യൂഷൻ ആഡ് ചെയ്യുവാണെങ്കിൽ അവിടെ ഏത് കളർ ചേഞ്ച് വരും എന്നറിയാമോ? റെഡ് കളർ ചേഞ്ച് വരും. എന്താണ്? റെഡ് കളർ ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാ സാമ്പിൾസിലും നമുക്ക് ടർമറിക് പേപ്പർ വെച്ചിട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല, നമുക്ക് പറ്റില്ല. എന്താണ്? ടർമറിക് പേപ്പർ ആകെ നമുക്ക് യൂസ്ഫുൾ ആവുന്നത് എന്തിൽ മാത്രമാണ്? ബേസിക് സൊല്യൂഷനിൽ മാത്രമാണ്. ബേസിക് സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി മാത്രമാണ് നമുക്ക് ഈ ഒരു ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യാൻ പറ്റുന്നത്. അസിഡിക്കിൽ പ്രത്യേകിച്ച് കളർ ചേഞ്ചസ് ഒന്നും ഇല്ല. യെല്ലോ കളർ തന്നെയാണ് കാണുന്നത്. ഓക്കെ അല്ലേ?
അതുകൊണ്ടാണ് നമ്മുടെ ഡ്രസ്സിലൊക്കെ ഇപ്പോൾ കറിയൊക്കെ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് സോപ്പ് അതിനകത്ത് സോപ്പ് തേക്കുമ്പോൾ തന്നെ എന്താണ് അവിടെ റെഡ് കളർ ഫോം ചെയ്യുന്നതായിട്ട് കാണാം. കാരണം എന്താണ്, കറിയിലൊക്കെ മഞ്ഞളുണ്ടല്ലേ, അപ്പോൾ ആ മഞ്ഞൾ നമ്മുടെ സോപ്പ് എന്താണ്, ബേസിക്സ് നേച്ചർ അല്ലേ, അപ്പോൾ എന്താണ് അവിടെ റെഡ് കളർ ഫോം ചെയ്യുന്നതാണ് അവിടെ സംഭവിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ. Based on the observation, we can conclude that turmeric pepper can be used to test basic substances. ഓക്കെ, അപ്പം ഇറ്റ് cannot differentiate between acidic and neutral substances. അപ്പം അസിഡിക്കിനെയും ന്യൂട്രൽ സബ്സ്റ്റൻസസിനെയും നമുക്ക് എന്താ ഇത് വെച്ചിട്ട് തിരിച്ചറിയാൻ പറ്റില്ല. കാരണം എന്താണ്, അവിടെ കളർ ചേഞ്ചസ് ഒന്നും തന്നെ ഉണ്ടാവില്ല. ക്ലിയർ ആയോ, മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ. ഇനി ഫാസിനേറ്റിംഗ് ഫാക്ട് എന്ന് പറയുന്നത് നമ്മുടെ ഗോൾഡൻ സ്പൈസസ് ആയ ടർമറിക്കിനെ പറ്റിയാണ്. ടർമറിക്കിന് പറയുന്നതാണ് ഗോൾഡൻ സ്പൈസ്. എന്തുകൊണ്ടാണ്? ഇറ്റ് ഈസ് എ മെമ്പർ ഓഫ് ജിഞ്ചർ ഫാമിലിയാണ്. അതുപോലെ തന്നെ ഇത് നമ്മുടെ ഇന്ത്യയിലും അതർ കൺട്രീസിലും ഒക്കെ ഗ്രോൺ ചെയ്യുന്നുണ്ട്. പിന്നെ കോമൺ സ്പൈസ് ആണ് അല്ലേ, ഡെയിലി നമ്മുടെ എല്ലാ കറികളിലും മഞ്ഞൾ ഇടാത്തൊരു കറിയില്ല അല്ലേ. അതുപോലെ തന്നെ ഒരുപാട് മെഡിസിനൽ ആയിട്ടുള്ള യൂസും ഉണ്ട് ടർമറിക്കിന്. അങ്ങനെ ഒരുപാട് ഹെൽത്ത് ബെനഫിറ്റ് ഉണ്ട്. ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗോൾഡൻ സ്പൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഒരു സ്റ്റഡിക്ക് വേണ്ടി. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന എന്താണെന്നറിയാമോ, ഇവിടെ ഒരു ചെറിയൊരു മാജിക്കൽ ട്രിക്കാണ്. ഓക്കെ, എന്താണ് നമ്മുടെ ടർമറിക്ക് വെച്ചിട്ടുള്ളത്. നമ്മൾ ഈ ചാപ്റ്ററിന് തുടക്കത്തിൽ ഒരെണ്ണം കണ്ടായിരുന്നോ, ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ഒരു വൈറ്റ് പേപ്പറിൽ റെഡ് കളർ ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. ആ മാജിക് ട്രിക്ക് നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഷോർട്ട് വീഡിയോ ആയിട്ട്. കാണാത്തവർക്കായി ഞാൻ ലിങ്ക് കൊടുത്തേക്കാം, നിങ്ങൾ നോക്കണം അതിൽ ഏത് ഇൻഡിക്കേറ്റർ ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നതെന്ന്. ഓക്കെ. ഇവിടെ എന്താണ് പറയുന്നത്, അശ്വിൻ എന്ന് പറഞ്ഞ ഒരു കുട്ടി ഒരു ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കി ടീച്ചറിന് കൊടുക്കാനായിട്ട്. എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? അതാണ് ഇവിടത്തെ മാജിക് എന്ന് പറയുന്നത്. അവൻ എന്ത് ചെയ്തെന്നറിയാമോ, ടർമറിക് പേസ്റ്റ് എടുത്തിട്ട് വൈറ്റ് പേപ്പറിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഉണക്കി, ഇതുപോലെ. എന്നിട്ട് അതിൽ എന്ത് ചെയ്തു, ഏതോ ഒരു ലിക്വിഡ് വെച്ചിട്ട് ലെറ്റർ എഴുതി. ഒരു ഒരു മാതൃഭാഷയിൽ എഴുതി എന്നാണ് പറയുന്നത്. ടീച്ചേഴ്സിന്റെ മദർ ടങ്ങിൽ തന്നെയാണ് എഴുതിയത്. ഓക്കെ, എഴുതിയപ്പോൾ അത് എന്ത് കളറായി, റെഡ് കളറായിട്ട് മാറി. അതെന്തുകൊണ്ടാണ്? അപ്പൊ അവിടെ എന്താണ് യൂസ് ചെയ്തിരിക്കുന്നത്? ഒന്നുകിൽ എന്തായാലും അറിയാം നമുക്ക്, ഇത് ടർമറിക് പേപ്പർ ആണ്. റെഡ് കളർ ഫോം ചെയ്യണമെങ്കിൽ അവിടെ ഏതോ ഒരു ബേസിക് ആയിട്ടുള്ള വസ്തു യൂസ് ചെയ്തിട്ടുണ്ടെന്ന്. ഒന്നെങ്കിൽ എന്താണ്, സോപ്പ് സൊല്യൂഷൻ വെച്ചിട്ടായിരിക്കും എഴുതിയത്, അല്ലെങ്കിൽ നമ്മുടെ ബേക്കിംഗ് സോഡ പോലെയുള്ള ഏതെങ്കിലും ബേസ് വെച്ചിട്ടായിരിക്കും എഴുതിയത്. ഓക്കെ, അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്ത നമ്മുടെ ആദ്യത്തെ ട്രിക്ക്, നമ്മൾ തുടങ്ങിയ ഈ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ തന്നെ കണ്ട ഒരു മാജിക് ട്രിക്കും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, അപ്പൊ ഇത്രയും നേരം നമ്മൾ പഠിച്ചത് എന്താണ്, കളർ ചേഞ്ചസ് വെച്ചിട്ട് ആസിഡും ബേസും നമ്മൾ തിരിച്ചറിഞ്ഞു അല്ലേ. കളർ ചേഞ്ചസ് ആണ് ഇൻഡിക്കേറ്റർ കാണിച്ചുകൊണ്ടിരുന്നത്. ഇനി ചില ഇൻഡിക്കേറ്റേഴ്സ് സ്മെല്ല് വെച്ചിട്ട് എന്താണ്, ആസിഡിനെയും ബേസിനെയും തമ്മിൽ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും. അങ്ങനെയുള്ള ഇൻഡിക്കേറ്ററിന് പറയുന്ന പേരാണ് ഓൾഫാക്ടറി ഇൻഡിക്കേറ്റർ. എന്താണ് ഓൾഫാക്ടറി ഇൻഡിക്കേറ്റേഴ്സ്? ഇവരെന്താണ്, സം സബ്സ്റ്റൻസസ് whose orders change in an acidic or basic medium. അതിന്റെ ഓർഡർ എന്താകും, അത് അസിഡിക് മീഡിയത്തിലും ബേസിക് മീഡിയത്തിലും എന്താണ് ഡിഫറെന്റ് ആയിട്ടുള്ള സ്മെല്ലാണ് കാണിക്കുന്നത്. അങ്ങനെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. നമുക്കൊരു ഒരു ആക്ടിവിറ്റി പറയുന്നുണ്ട്. ആ ആക്ടിവിറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതലും മനസ്സിലാകും. ഇതിനകത്ത് പറയുന്നത്, നമ്മളിപ്പോൾ ഇവിടെ എടുക്കുന്നത് ഓൾഫാക്ടറി ഇൻഡിക്കേറ്റർ ആയിട്ട് എന്താണ് എടുക്കുന്നതെന്ന് വെച്ചാൽ ചോപ്ഡ് ഒനിയൻസ് ആണ്. ചോപ്ഡ് ഒനിയൻ എന്താണ്, ഒരു കണ്ടെയ്നറിൽ എടുക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ക്ലോത്ത് അല്ലെങ്കിൽ ഒരു ഫിൽറ്റർ പേപ്പർ നമ്മൾ എന്ത് ചെയ്യാണ്, ഡിപ്പ് ചെയ്ത് വെച്ചിട്ട് ഓവർനൈറ്റ് ഇതിങ്ങനെ വെക്കണം. നന്നായിട്ട് ടൈറ്റ് ആയിട്ട് ക്ലോസ് ചെയ്തിട്ട്, ആ കണ്ടെയ്നർ ക്ലോസ് ചെയ്തിട്ട് ഓവർനൈറ്റ് വെക്കണം. എന്തിനാണ് ഓവർനൈറ്റ് വെക്കുന്നത്? ആ സ്മെല്ലൊക്കെ എന്ത് ചെയ്യണം, ആ ക്ലോത്തിൽ അല്ലെങ്കിൽ ഫിൽറ്റർ പേപ്പറിൽ ഇങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഓവർനൈറ്റ് വെക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഓനിയൻ്റെ ഒരു സ്മെല്ല് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ടേക്ക് 2 ഓഫ് കോട്ടൺ ക്ലോത്ത്സ്, അല്ലെങ്കിൽ ആ ഫിൽറ്റർ പേപ്പറിന്റെ രണ്ടായിട്ട് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ അതിന്റെ ഓർഡർ ചെക്ക് ചെയ്യാൻ പോവാണ്. അപ്പൊ ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ എന്ത് വേണം, ഒരു ആസിഡും വേണം, ഒരു ബേസും വേണം. ഇവിടെ ആസിഡ് ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ടാമറിൻഡ് വാട്ടർ ആണ്, പുളിവെള്ളമാണ് എടുത്തിരിക്കുന്നത്. ബേസ് ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ബേക്കിംഗ് സോഡ സൊല്യൂഷൻ ആണ്. അപ്പൊ ഇത് രണ്ട് സൊല്യൂഷനും ഡ്രോപ്പ് ആയിട്ട് ഈ രണ്ട് ക്ലോത്തിലും ഇടുക. ഏത് ക്ലോത്ത്? നമ്മുടെ ഒനിയൻ സ്ട്രിപ്പിനകത്ത് ഇടുക.
ഓക്കെ. അപ്പോൾ നമുക്ക് സ്മെല്ല് തിരിച്ചറിയണം. രണ്ടിലും ഒരേപോലെ സ്മെല്ലാണെങ്കിൽ നമുക്ക് ആസിഡും ബേസും തിരിച്ചറിയാൻ പറ്റുമോ? ഇല്ല. ഇവിടെ നമുക്ക് മനസ്സിലാകും 2 സ്ട്രിപ്പിനും എന്താണ്, രണ്ടും ഡിഫറൻ്റ് ആയിട്ടുള്ള സ്മെല്ലാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഒന്ന് ആസിഡാണ്, ഒന്ന് ബേസാണ് നമുക്ക് മനസ്സിലാകും. ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഡിക്കേറ്ററിന് പറയുന്ന പേരെന്താണ്? ഓൾഫാക്ടറി ഇൻഡിക്കേറ്റേഴ്സ്. അപ്പം നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പാർട്ടിലോട്ട് പോവാണ്. അപ്പം അത് പറയുന്നതിന് മുന്നേ ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്കിത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് റെക്കമെൻഡ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ കുറച്ച് പേരൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. ഓക്കെ, അപ്പം നമുക്ക് ലാസ്റ്റ് പാർട്ടിലോട്ട് പോകാം. വാട്ട് ഹാപ്പൻസ് വെൻ അസിഡിക് സബ്സ്റ്റൻസസ് മിക്സ് വിത്ത് ബേസിക് സബ്സ്റ്റൻസസ്? എന്ത് സംഭവിക്കും? അസിഡിക് സബ്സ്റ്റൻസസ് ബേസിക് സബ്സ്റ്റൻസസുമായിട്ട് മിക്സ് ആയാൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? നമുക്ക് നോക്കാം. നമുക്കൊരു എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ആ എക്സ്പെരിമെന്റിന് നമുക്ക് വേണ്ടത് ആസിഡ് വേണം, ഒരു ബേസ് വേണം, ഒരു ഇൻഡിക്കേറ്റർ വേണം. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ആസിഡ് ആയിട്ട് നമുക്കിവിടെ ലെമൺ ജ്യൂസ് ആണ് എടുത്തിരിക്കുന്നത്. ലെമൺ ജ്യൂസ് എന്താണ്? ടേക്ക് 1 ഡ്രോപ്പ് ഓഫ് ലെമൺ ജ്യൂസ് ഇൻ എ ടെസ്റ്റ് ട്യൂബ്. എന്നിട്ട് നമുക്ക് അതിനെ ഒന്ന് ഡൈല്യൂട്ട് ചെയ്യണം. അതിനെന്താണ്? ആഡ് ടു ഒരു 20 ഡ്രോപ്സ് ഓഫ് വാട്ടർ അതിനകത്ത് ആഡ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്ക് കളർ ഒബ്സർവ് ചെയ്യാമല്ലോ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ അതിൻ്റെ കളർ എന്തായിരിക്കും എന്ന്. ഇനി നമുക്ക് വേണ്ട എന്താണ്? ഒരു ഇൻഡിക്കേറ്റർ ആണ് വേണ്ടത്. നമ്മളൊരു ഡ്രോപ്പ് ഓഫ് ബ്ലൂ ലിറ്റ്മസ് സൊല്യൂഷൻ ആണ് എടുക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, ലിറ്റ്മസ് സൊല്യൂഷനും ഉണ്ട്, ലിറ്റ്മസ് പേപ്പറും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് എന്താണ്? ബ്ലൂ ലിറ്റ്മസ് സൊല്യൂഷൻ ആണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ആ ഒരു ബ്ലൂ ലിറ്റ്മസ് സൊല്യൂഷന് ഒരു ഡ്രോപ്പ് ഏതിലോട്ട് ആഡ് ചെയ്യുന്നു? നമ്മുടെ ലെമൺ ജ്യൂസിലോട്ട് ആഡ് ചെയ്യുന്നു. ഏത് കളറായിരിക്കും കിട്ടുന്നത്? നിങ്ങൾക്ക് തന്നെ അറിയാം ഏത് കളറായിരിക്കും കിട്ടുന്നത്. അതെ, റെഡ് കളറായിരിക്കും കിട്ടുന്നത്. കാരണം എന്താണ്? ആസിഡ് ആയതുകൊണ്ട്. ഇനി സ്ലോലി ആഡ് ഡ്രോപ്പ് ഓഫ് ലൈം വാട്ടർ ടു ദിസ് ടെസ്റ്റ് ട്യൂബ്. ലൈം വാട്ടർ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ലെമൺ ജ്യൂസ് തന്നെയാണോ? അല്ല. ലൈം വാട്ടർ നമ്മൾ പഠിച്ചു അല്ലേ? കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഇൻ വാട്ടർ. ഓക്കെ, അപ്പൊ ലൈം വാട്ടർ എന്താണ്? ഇവിടെ ലൈം വാട്ടർ ആരാണ്? ബേസ് ആണ് അല്ലെ? ഈ ബേസിക് സൊല്യൂഷൻ ഒരു ഡ്രോപ്പ് ആയിട്ട് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാണ്, നമ്മുടെ ഈ ടെസ്റ്റ് ട്യൂബിലേക്ക് ആഡ് ചെയ്യാണ്. അപ്പൊ എന്തായിരിക്കും അതിന്റെ കളർ ചേഞ്ചസ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഈ ടെസ്റ്റ് ട്യൂബ് കണ്ടോ? ഈ ടെസ്റ്റ് ട്യൂബിലാണ് നമ്മൾ ബ്ലൂ ലിറ്റ്മസ് സൊല്യൂഷൻ ഒഴിച്ചപ്പോൾ റെഡ് കളറായിട്ട് നമുക്ക് കിട്ടിയത്. ഓക്കെ, ഇനി ഈ റെഡ് കളറായ ഈ ടെസ്റ്റ് ട്യൂബിനകത്തോട്ട് നമ്മൾ എന്താണ് ആഡ് ചെയ്യാൻ പോകുന്നത്? ലൈം വാട്ടർ ആണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലൈം വാട്ടർ ആഡ് ചെയ്ത് ഇങ്ങനെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്? നമുക്ക് അതിൻ്റെ കളർ ചേഞ്ച് ആയി. ഏത് കളറിലോട്ട് വന്നു? ഒരു ബ്ലൂ കളറിലോട്ട് അത് മാറി. ഓക്കെ, ബ്ലൂ കളറിലോട്ട് മാറി. എന്താണ് അവിടെ സംഭവിച്ചത്? ഇവിടെ സംഭവിച്ച റിയാക്ഷൻ ആണ് ന്യൂട്രലൈസേഷൻ. അതായത് നമ്മുടെ അസിഡിക് ക്യാരക്ടർ ആയിരുന്ന ആളെ നമ്മൾ ബേസ് ആഡ് ചെയ്തപ്പോൾ അതിൻ്റെ ആസിഡ് ക്യാരക്ടർ എന്തായി? അങ്ങ് മാറി. എന്നിട്ട് എന്താണ്? ആസിഡും അല്ല ബേസും അല്ലാത്ത ഒരു രീതിയിൽ നമുക്കതിനെ കിട്ടി. അതിന് നമ്മൾ പറയുന്ന റിയാക്ഷന് പറയുന്ന പേരാണ് ന്യൂട്രലൈസേഷൻ. ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും എന്താണ് വിചാരിക്കുന്നത്? രണ്ടിലും പെടാത്ത ഒന്നല്ലേ. ഇപ്പം നമ്മൾ വാട്ടർ എടുക്കുകയാണെങ്കിൽ വാട്ടർ എന്താണ്? ആസിഡും അല്ല ബേസും അല്ല. മനസ്സിലായോ? ന്യൂട്രൽ ആണെന്ന് പറയും. അപ്പൊ അങ്ങനെ ന്യൂട്രൽ ആക്കുന്ന ആ ഒരു റിയാക്ഷന് പറയുന്ന പേരെന്താണ്? ന്യൂട്രലൈസേഷൻ. മനസ്സിലായോ? ഇനി നമ്മൾ 1 ഡ്രോപ്പ് ഓഫ് ലെമൺ ജ്യൂസ് പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്യുവാണെങ്കിൽ എന്ത് സംഭവിക്കും? അപ്പൊ ആസിഡ് ഓൾറെഡി ഇതിനകത്ത് ആസിഡ് ഉണ്ട്, ബേസും ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു ചെറിയൊരു ബേസിക് നേച്ചറിലാണ് ഇരിക്കുന്നത്. കാരണം ബേസ് ആണ് കൂടുതൽ ആഡ് ചെയ്തത് അല്ലേ? അതുകൊണ്ടല്ലേ ഒരു ബ്ലൂ കളറിലോട്ട് വന്നത്. ഒരു കുറച്ച് ബേസിക് ഒരു ക്യാരക്ടർ ഉണ്ട് ഇതിന്. അപ്പൊ നമ്മൾ പിന്നെ എന്താണ്? നമ്മൾ എഗെയിൻ ആഡ് 1 ഡ്രോപ്പ് ഓഫ് ലെമൺ ജ്യൂസും കൂടെ അതിനകത്തോട്ട് ആഡ് ചെയ്യുമ്പോൾ അത് പിന്നെയും ഏത് കളറിലോട്ട് വരും? റെഡ് കളറിലോട്ട് മാറും. മനസ്സിലായോ? അപ്പൊ അതെന്തുകൊണ്ടാണ്? അവിടെ ആസിഡിന്റെ പിന്നെ നമ്മൾ ആസിഡിനെ കൂട്ടി കൊടുത്തത് കൊണ്ടാണ്. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? നമുക്ക് നോക്കാം. Initially, when a drop of blue litmus solution is added to the lemon juice solution, the color എന്തായിരിക്കും? turns red ആയി. അത് നമുക്കറിയാം അല്ലെ? ആസിഡിന്റെ കളർ. When lime water is a basic. അല്ലെങ്കിൽ ലൈം വാട്ടർ ഇല്ലെങ്കിൽ അതിന് പകരം നിങ്ങൾക്ക് ബേക്കിംഗ് സോഡയുടെ സൊല്യൂഷൻ ഒഴിച്ചാലും മതി. ഓക്കെ, when lime water is added to the test tube, the color of the solution eventually change red to blueയിലോട്ട് മാറി. കണ്ടോ? red to blueയിലോട്ട് മാറി. This shows that the solution in a test tube is no longer acidic. അതിന്റെ അർത്ഥം എന്താണ്? അതിനകത്തുള്ള സൊല്യൂഷൻ പിന്നെ അസിഡിക് ആണോ? അല്ല. ആസിഡ് ക്യാരക്ടർ അങ്ങ് മാറി.
ലൈം വാട്ടർ ഒഴിച്ചപ്പോൾ. അപ്പോൾ ലൈം വാട്ടർ എന്താണ് അവിടെ ചെയ്തത്? ആ ആസിഡിന്റെ ആ ഒരു ക്യാരക്ടറിനെ എന്ത് ചെയ്തു? ന്യൂട്രലൈസ്ഡ് ചെയ്തു അല്ലേ? ലൈം വാട്ടർ ഹാസ് ന്യൂട്രലൈസ്ഡ് ദ എഫക്ട് ഓഫ് ദ ആസിഡ്. മനസ്സിലാവുന്നുണ്ടോ? when the solution of an acid is mixed with the solution of a base in a sufficient quantity, അതായത് solution of an acid is mixed with നമ്മൾ എന്താണ് നമ്മുടെ കയ്യിലും ആസിഡും ബേസും കൂടെ സഫീഷ്യന്റ് ക്വാണ്ടിറ്റിയിൽ മിക്സ് ആയാൽ വി ഫൈൻഡ് ദാറ്റ് റിസൾട്ടിങ് സൊല്യൂഷൻ ഈസ് നെയ്തർ അസിഡിക് നോർ ബേസിക്. ഇങ്ങനെ നമ്മുടെ ആസിഡും ബേസും കൂടെ മിക്സ് ആയാൽ ആ സൊല്യൂഷൻ പിന്നെ എന്താണ്? ആസിഡും അല്ല ബേസും അല്ലാത്തൊരു ഭാഗത്തിൽ നിൽക്കും. അങ്ങനെയുള്ള ആ ഒരു ഭാഗമാണ് നമ്മൾ ന്യൂട്രൽ എന്ന് പറയുന്നത്. അപ്പൊ സച്ച് റിയാക്ഷൻ ആർ കോൾഡ് ന്യൂട്രലൈസേഷൻ. എന്താണ് ആ റിയാക്ഷൻ പറയുന്നത്? ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. ഈ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ നമുക്ക് എന്ത് കിട്ടും? സോൾട്ട് ആൻഡ് വാട്ടർ ആർ ഫോം with the evolution of heat. നമുക്ക് എന്താണ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ നടക്കുന്നത്? ഒരു ആസിഡും ബേസും കൂടെയും മിക്സ് ചെയ്താൽ നമുക്ക് സോൾട്ട്, വാട്ടർ, അതുപോലെ തന്നെ ഒരു ഹീറ്റും നമുക്ക് കിട്ടും. അതായത് കുറച്ച് ഇത് നമ്മൾ തൊട്ട് നോക്കുമ്പോൾ എന്താണ് അവിടെ കുറച്ച് ഗ്യാസ് റിലീസ് ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാകും. അതാണ് ഹീറ്റും റിലീസ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞത്. മനസ്സിലായോ? അപ്പം എന്താണ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാല് ന്യൂട്രലൈസേഷൻ ഈസ് ദ കെമിക്കൽ റിയാക്ഷൻ ഇൻ വിച്ച് ആൻ ആസിഡ് റിയാക്ട് വിത്ത് ബേസ്. ഒരു ആസിഡും ബേസും റിയാക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടുന്നതാണ്? സോൾട്ട് ആൻഡ് വാട്ടർ കിട്ടുന്നതാണ്. പ്ലസ് ഹീറ്റും കൂടെ കിട്ടും. ഡ്യൂറിങ് ദിസ് റിയാക്ഷൻ ദ ആസിഡ് ആൻഡ് ബേസ് ക്യാൻസൽ ഈച്ച് അതേഴ്സ് എഫക്റ്റ്. അത് ഈ ഒരു റിയാക്ഷനിൽ എന്താണ്? ആസിഡിന്റെയും ബേസും അവരുടെ ക്യാരക്ടർ എന്താണ്? അവിടെ ഇല്ലാണ്ടാവുകയാണ് അല്ലെ? ആ എഫക്റ്റ് എന്താണ്? ഡിലീറ്റ് ആയി പോവുകയാണ്, ക്യാൻസൽ ആയി പോവുകയാണ്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പൊ ഇതാണ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. ഇനി ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇതിന് ഒരുപാട് യൂസസ് ഉണ്ട്. ഈ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ഒരുപാട് പ്രയോജനമുള്ള ഒന്നാണ്. നമുക്ക് നോക്കാം. ഇതാണ് ഒരു സിറ്റുവേഷൻ. എന്തൊക്കെയാണ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ഇൻ ഡെയിലി ലൈഫിലുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഇതുകൂടെ കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. ഓക്കെ, ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. ഈ കുട്ടീനെ കണ്ടോ? ഈ കുട്ടിയാണ് കീർത്തി. ഇവൾ എന്താ ചെയ്യുന്നത്? ഇവളിങ്ങനെ ബട്ടർഫ്ലൈസ് നോക്കിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് കൈ ഇങ്ങനെ മരത്തിൽ വെച്ചിട്ടുണ്ട്. മരത്തിലാണെങ്കിലാണ് നിറയെ ഉറുമ്പാണ് കേട്ടോ. അങ്ങനെ ഒരു റെഡ് ആൻഡ് എന്ത് ചെയ്തു? ഈ ഒരു കീർത്തിനെ അങ്ങ് കടിച്ചു. അപ്പൊ എന്തായിരിക്കും ഉറുമ്പ് കടിച്ചാലുള്ള പെയിൻ എന്നൊക്കെ എല്ലാവർക്കും അറിയാം അല്ലേ? അപ്പൊ എന്റെ ബ്രദർ എന്ത് ചെയ്തെന്നറിയാമോ? കുറച്ച് ബേക്കിംഗ് സോഡ ഇങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് മോയിസ്റ്റ് ബേക്കിംഗ് സോഡ ആക്കി, അതായത് വെള്ളം ഒഴിച്ച് ഇങ്ങനെ ജസ്റ്റ് ഒരു പേസ്റ്റ് പോലെ ആക്കിയിട്ട് ആ കയ്യിൽ തേച്ച് കൊടുത്തു. അപ്പൊ തന്നെ എന്താണ്? ആ പെയിൻ അങ്ങ് മാറി. അതെന്തുകൊണ്ടാണ് ബേക്കിംഗ് സോഡ അവിടെ കൊടുത്തപ്പോഴത്തേക്കും പെയിൻ മാറിയത്? അവിടെ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ നടന്നു. അതിനവിടെ എവിടെ ആസിഡ് അല്ലേ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ നടക്കാൻ? ബേക്കിംഗ് സോഡ എന്തായാലും ബേസ് ആണെന്ന് നമുക്കറിയാം. അവിടെ ഒരു ആസിഡ് ഫോം ചെയ്തിട്ടുണ്ട്. എപ്പോഴാണെന്നറിയാമോ? നമ്മുടെ നമ്മുടെ കയ്യിൽ കടിച്ചാൽ ആൻഡിൽ നിന്ന് ഒരു ആസിഡ് പുറത്തേക്ക് വരും. ആ ആസിഡിന്റെ പേരാണ് ഫോമിക് ആസിഡ്. എന്താണ്? ഇറ്റ് ഇൻജെക്ട് ആൻ ആസിഡിക് ലിക്വിഡ് ഇൻ ടു ദ സ്കിൻ. നമ്മുടെ കയ്യിലോട്ട് ഒരു ആസിഡിക് ലിക്വിഡ് ആണ് അത് ഇൻജെക്ട് ചെയ്യുന്നത്. ആ ആസിഡിന്റെ പേരെന്താണ്? ഫോമിക് ആസിഡ്. ഇനി മറക്കില്ലല്ലോ, ആന്റിബയോട്ടിക്കിലുള്ള ആസിഡിന്റെ പേരെന്താണ്? ഫോമിക് ആസിഡ്. ഓക്കെ, ആ ഫോമിക് ആസിഡിന്റെ ഒരു എഫക്റ്റിനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി, ന്യൂട്രലൈസ് ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ബേക്കിംഗ് സോഡ ആഡ് ചെയ്തു. അപ്പൊ നമ്മുടെ വേദന എന്തായി? അവിടെ മാറി. നല്ല രസമല്ലേ കേൾക്കാന്? ഇത് രസം മാത്രമല്ല, നമുക്കിത് വളരെ യൂസ്ഫുൾ ആണ്. ഇനി ഉറുമ്പ് കടിക്കുമ്പോൾ ഒന്ന് നോക്കണം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സിറ്റുവേഷൻ നോക്കാം. ഇവിടെ എന്താണ് ന്യൂട്രലൈസേഷൻ നടക്കുന്നത്? ഓക്കെ, ഒരു ഫാമേഴ്സ് പോർട്ടൽ എന്ന് പറഞ്ഞാൽ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ്. ഫാമേഴ്സിനൊക്കെ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ, അവരുടെ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒക്കെ പരിഹരിക്കുന്ന ഒരു അഗ്രികൾച്ചറിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് അത്. ഓക്കെ, അപ്പൊ അവിടെയൊക്കെ ഒരു ഫാർമർ ഒരു സംശയം ചോദിച്ച് മെസ്സേജ് ചെയ്തു. എന്താണ്? അവരുടെ പ്ലാന്റ്സ്, മൈ പ്ലാന്റ്സ് ആർ നോട്ട് ഗ്രോയിങ് വെൽ ലേറ്റ്ലി. അപ്പൊ എന്താണെന്ന് അപ്പം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ അവർ പരിശോധിക്കും അല്ലേ, എന്താണ് അവിടെ സംഭവിച്ചത്, എന്തുകൊണ്ടാണ് നന്നായിട്ട് വളരാത്തതെന്ന് നോക്കിയപ്പോൾ അങ്ങനെ ഉള്ള പരിശോധനയിലൂടെ അവർക്ക് എന്ത് മനസ്സിലായി? ആ ഫാർമർ എന്താണ് എക്സസീവ് ആയിട്ട് കെമിക്കൽ ഫെർട്ടിലൈസർ അവിടെ യൂസ് ചെയ്യുന്നെന്ന് മനസ്സിലായി. കെമിക്കൽ ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞാൽ, ഫെർട്ടിലൈസർ എന്താണ്? പ്ലാന്റ് നന്നായിട്ട് വളരാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്ന സബ്സ്റ്റൻസസ് ആണ് കേട്ടോ. അപ്പൊ അത് കെമിക്കൽ ഫെർട്ടിലൈസർ ഒരുപാട് അങ്ങ് യൂസ് ചെയ്തപ്പോൾ ആ സോയിൽ എന്തായിട്ട് മാറി? അസിഡിക് ആയിട്ട് മാറി. എന്തായിട്ട് മാറി? അസിഡിക് നേച്ചറുള്ള സോയിലായിട്ട് മാറി. അതുകൊണ്ടാണ് അവിടെ എന്ത് വളരാത്തത്? അവിടെ പ്ലാന്റ് നന്നായിട്ട് ആ ഒരു ക്രോപ്സ് വളരാത്തത്.
അപ്പൊ അതിനെന്താണ് പരിഹാരം? അപ്പൊ ആസിഡിന്റെ സ്ട്രെങ്ത് കുറയ്ക്കാൻ നമ്മളൊരു ബേസ് ആഡ് ചെയ്യണം അല്ലേ? അത് തന്നെയാണ് നമ്മുടെ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് അവർക്ക് പറഞ്ഞു കൊടുത്തത്. ഫാർമേഴ്സ് പോർട്ടൽ പറഞ്ഞു കൊടുത്തു. എന്താണ്? when the soil is too acidic the plants do not grow well, it can be treated with a lime. നമ്മുടെ ലൈം യൂസ് ചെയ്തിട്ട്, നമുക്കറിയാം കുമ്മായമൊക്കെ ഇട്ട് നിങ്ങൾ വീട്ടിൽ ചോദിച്ചാൽ മതി കേട്ടോ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചാൽ മതി. നമ്മൾ ലൈം എന്ന ബേസ് എന്ത് ചെയ്തു? അവിടെ ആഡ് ചെയ്തു. അങ്ങനെ ആഡ് ചെയ്തപ്പോൾ ആ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ പറ്റി. അവിടെ ന്യൂട്രലൈസേഷൻ നടന്നു. കണ്ടോ? വളരെ എളുപ്പമല്ലേ? ഇനി സോയിൽ ബേസിക് ആണെങ്കിലോ, ഇപ്പൊ ആസിഡിക് സോയിൽ ആയതുകൊണ്ടാണ് നമ്മൾ ബേസ് ആഡ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഈ ബേസിക് നേച്ചറുള്ള സോയിൽ ആണെങ്കിൽ എന്താ ചെയ്യുന്നത്? നമ്മൾ ആസിഡിക് നേച്ചറുള്ള സംഭവം അതിനകത്ത് ആഡ് ചെയ്യുമ്പോൾ ആ ഒരു ബേസിക്കിന്റെ ക്യാരക്ടർ അങ്ങ് ന്യൂട്രലായിട്ട് മാറും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഓർഗാനിക് മാറ്റർ ലൈക്ക് മാനുവറും കമ്പോസ്റ്റ് ലീവ്സും ഒക്കെ ആഡ് ചെയ്യണം. ഇതിനകത്ത് എന്തുണ്ടെന്ന് അറിയാം? ഓർഗാനിക് മാറ്ററിനകത്ത് അതിനകത്ത് ചെറിയ ആസിഡ്സ് ഉണ്ട്. ഈ ആസിഡ് എന്ത് ചെയ്യും? ആ ബേസിക് നേച്ചറായ സോയിലിനകത്ത് പോയിട്ട് ആ ഒരു ബേസിസിറ്റി എന്ത് ചെയ്യും? കുറയ്ക്കും. ഓക്കെ അല്ലേ? ക്ലിയർ ആയില്ലേ? മനസ്സിലായല്ലോ? ഇനി മൂന്നാമത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം. ന്യൂട്രലൈസേഷൻ യൂസ് ചെയ്യുന്നത് ഇവിടെ പറയുന്നത് അശ്വിൻസ് ഫ്രണ്ട് ഗർബീർ സ്റ്റേസ് നിയർ ഇൻഡസ്ട്രിയൽ ഏരിയ. ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ് നമ്മുടെ അശ്വിന്റെ ഫ്രണ്ട് താമസിക്കുന്നത്. ഓക്കെ, ഇൻഡസ്ട്രിയൽ ഏരിയ എന്ന് പറഞ്ഞാൽ നിറച്ചും ഫാക്ടറി ഒക്കെ ഉള്ള ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പം അയാൾ പറഞ്ഞു, അവൻ പറഞ്ഞു, എന്താണ് പറഞ്ഞത്? ദ ഫിഷ് പോപ്പുലേഷൻ, അവിടെയുള്ള ആ ഒരു ലേക്കിൽ, അടുത്തുള്ള ആ ലേക്കിലെ ഫിഷ് പോപ്പുലേഷൻ ഡേ ബൈ ഡേ എന്താണ്? കുറഞ്ഞു വരികയാണ്. എന്താണ് കാരണം എന്ന് അന്വേഷിച്ചപ്പോൾ അവിടെയുള്ള ഫാക്ടറിയിലെ വേസ്റ്റ് മുഴുവനും ഈ ലേക്കിലോട്ടാണ് ഇടുന്നത്. അപ്പൊ ഫാക്ടറി വേസ്റ്റ് എന്ന് പറയുന്നത് നിറയെ ആസിഡിക് നേച്ചർ ഉള്ളതാണ്. ആസിഡ്സ് ഒക്കെ ഒരുപാട് യൂസ് ചെയ്യുന്നതല്ലേ. അപ്പൊ ആസിഡിക് നേച്ചർ വേസ്റ്റ് ആണ് ആ ഒരു ലേക്കിലോട്ട് വീഴുന്നത്. അപ്പൊ ആ ലേക്ക് നിറയെ എന്താകും? ആസിഡിക് നേച്ചർ ആകും അല്ലെ. അതുകൊണ്ടാണ് ഫിഷ് ഒക്കെ എന്താ ചെയ്യുന്നത്? ചത്തു പോകുന്നതും ഫിഷ് വളരാത്തതും. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ ആസിഡിക് നേച്ചറിനെ അവിടെ ന്യൂട്രലൈസ് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ആഡ് ചെയ്യണം? ബേസിക് സബ്സ്റ്റൻസസ് ആഡ് ചെയ്യണം. അപ്പോ എന്താണ്? നമുക്ക് ആ ഒരു ലേക്കിലോട്ട് മുഴുവനായിട്ട് ഇടാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതിനെന്താണ്? ദ ഫാക്ടറി വേസ്റ്റ് എന്ത് ചെയ്യണം? ന്യൂട്രലൈസ്ഡ് ചെയ്യണം. എങ്ങനെ? ആഡിങ് ബേസിക് സബ്സ്റ്റൻസസ്. ആ ഫാക്ടറിയിൽ നിന്ന് തന്നെ വേസ്റ്റ് പുറത്തേക്ക് വരുന്നതിന് മുന്നേ എന്ത് ചെയ്യാം? അതിനെ ബേസിക് സബ്സ്റ്റൻസസുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ച് ന്യൂട്രലൈസ് ചെയ്തിട്ട് വേണം ആ വേസ്റ്റ് ലേക്കിലോട്ട് റിലീസ് ചെയ്യാൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അവിടെയും എന്താണ്? ഒരു ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ആണ് നടക്കുന്നത്. ഈ ചാപ്റ്റർ എങ്ങനെയുണ്ട്? വളരെ എളുപ്പമല്ലേ? എളുപ്പമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കണം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി, കമന്റിൽ ചോദിച്ചാൽ മതി, ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. താങ്ക്